ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞു മുതലുള്ള ഞങ്ങളുടെ സാമ്പത്തിക മേഖലയും ഇവരെ ദൈവം വളർത്താനായിട്ട് ദൈവ പരിപാലനയിൽ മുന്നോട്ട് കൊണ്ടുപോയതും ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമേ താമസിച്ചുകൊണ്ടിരുന്നത് പാലുകാച്ചി മലയുടെ ഒരു മണ്ടയ്ക്ക് ഒരു കുഞ്ഞു വീട്ടിലായിരുന്നു. കുഞ്ഞു വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം മുതൽ താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു. അവിടെ നിന്ന് മൂത്തവരും രണ്ടാമത്തെ ആളും രണ്ടുപേര് വന്നപ്പോഴത്തേക്കും ഞങ്ങളെ തമ്പുരാൻ അവിടുന്ന് ഒരു പകുതി വഴിക്ക് നേരെ താഴേക്കെത്തി കുറച്ചുകൂടെ വലിയൊരു വീട് നൽകി. അതുപോലെ തന്നെ ഞങ്ങൾ നോക്കുമ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേറൊരു സ്ഥലവും സാഹചര്യവും ദൈവം അതുപോലെ തന്നെ പരിപാലിച്ച് ദൈവം ഞങ്ങൾക്ക് നൽകി. ഇപ്പോൾ ഈ 10 മക്കളിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു പദ്ധതി പ്രകാരം എന്താ പറയാ 10 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും, ഭവനത്തിന്റെ കാര്യമായിക്കൊള്ളട്ടെ, അതുപോലെ ഓരോ വാഹനങ്ങളും 4 പേരായിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു 5 സീറ്റ് വണ്ടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ 7 സീറ്റ് വണ്ടിയിലേക്ക് വന്നു. 7 പേരായപ്പോൾ. അപ്പം ആ കാര്യത്തിലെല്ലാം ജോലിയിലും സാമ്പത്തിക മേഖലയിലും ദൈവം വേണ്ടതെല്ലാം ആ സമയത്ത് തന്ന് ഞങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് പരിപാലിച്ചിട്ടുണ്ട്.